കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ ജില്ലാ കളക്ടറെ കണ്ടു. എം കെ രാഘവൻ എം പി, എം കെ മുനീർ എം എൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കളക്ടറെ കണ്ടത്. ദുർഗന്ധവും മാലിന്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതുവരെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യം. നിയമസഭാ പരിസ്ഥിതി സമിതി ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എയും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. ഈ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മാനേജ്മെൻറ്റുമായി പല ഘട്ടങ്ങളിലും സംസാരിച്ചതാണ്. അതുകൂടാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ ഞങ്ങൾ സംസാരിച്ചാണ്. പക്ഷേ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഒന്നതിൻ്റെ സ്മെല്ല് രാവും പകലും സ്പ്രെഡ് ചെയ്യാണ് ഭയങ്കരമായി. 3-4 പഞ്ചായത്തുകൾ ബാധിക്കുന്നു. അതുകൂടാതെ അവിടുത്തെ കുടിവെള്ളത്തെ ബാധിക്കുന്നു. സാംക്രമിക രോഗങ്ങൾ പകരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഇത് അടച്ചു പൂട്ടുക എന്നുള്ളതാണ്. മറ്റൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇത് അടച്ചു പൂട്ടുക. ഇതാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടുള്ളത്. ഇപ്പോൾ അലർജിക് ഡിസീസസ് അവിടെ ഭയങ്കരമായി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മെല്ല് സഹിക്കാൻ പറ്റാതെ ലങ് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഈ വെള്ളം മലിനപ്പെടുന്നു ഉള്ളത് കൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ വെച്ചിട്ട് ഒരു ധിക്കാരത്തിൽ ഒരു സ്ഥാപനം ഇങ്ങനെ ഏകഛത്രാധിപതിയെ പോലെ അവിടെ പ്രവർത്തിക്കുകയാണ്. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ജനജീവിതത്തിന് ഇപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ദുരിതം വിതയ്ക്കുന്നുണ്ട്? ഇത് എത്രയും വേഗം അടച്ചുപൂട്ടണമെന്ന ആവശ്യത്തോട് ഈ കമ്പനിയുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ നിലപാടും നീക്കങ്ങളും എന്തായിരിക്കും? കോഴിക്കോട് കട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഫ്രഷ് കട്ടിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അനുവദിച്ചാലും അതിന്റെ 2-3 ഇരട്ടി അറവ് മാലിന്യങ്ങൾ വരികയും തുടർന്ന് അതിന്റെ മാലിന്യം കൃത്യമായി സംസ്കരിക്കാത്തത് മൂലം അവിടെ ദുർഗന്ധം വലിയ തോതിൽ വ്യാപിക്കുകയും മറ്റു അസുഖങ്ങളൊക്കെ തന്നെ വ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ജനകീയ സമിതി വലിയ പ്രതിഷേധത്തിലേക്ക് വന്നത്. തുടർന്ന് എല്ലാ ദിവസവും അവിടെ സമരമുണ്ട്. ശേഷം സമരം നിരവധിയായ പ്രതിഷേധങ്ങൾ നടത്തിയിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ന് എം എൽ എയും എം പിയും, എം കെ രാഘവൻ എം പിയും എം കെ മുനീർ എം എൽ എയും ഒരുമിച്ച് അതോടൊപ്പം തന്നെ നിയമസഭയിലെ പരിസ്ഥിതി സമിതി ചെയർമാൻ കൂടിയായ നാദാപുരം എം എൽ എ ഇ കെ വിജയൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണെന്ന് ജില്ലാ കളക്ടറെ കണ്ടുകൊണ്ട് അവിടുത്തെ ഈ മാലിന്യ പ്രശ്നം, അതായത് ഈ ഫ്രഷ് കട്ട് ഉയർത്തുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ അതിനൊരു പരിഹാരം ഉണ്ടാകാതെ തുറക്കരുത്, അടച്ചു പൂട്ടണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജില്ലയിൽ ഒരേ ഒരു അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനം ഒറ്റയടിക്ക് നടത്തിയാൽ സ്വാഭാവികമായിട്ടും അറവ് മാലിന്യങ്ങൾ അവിടെ കുന്നുകൂടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ബദൽ സംവിധാനങ്ങൾ താൽക്കാലികമായിട്ട് അവർ ഒരുക്കിക്കൊണ്ട് ഇത് നിർത്തുകയും അതിനുശേഷം ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിനനുവദിച്ചിട്ടുള്ള ടൺ മാത്രം കൊണ്ട് അവിടെ മറ്റ് പരിസരവാസികൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതും. തൽക്കാലം പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ഫ്രഷ് കട്ട് അടച്ചു പൂട്ടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് സാധ്യമായ നടപടികൾ ചെയ്യാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കട്ടിപ്പാറയിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട്. ചൊവ്വാഴ്ച വലിയൊരു പ്രതിഷേധത്തിന് അവർ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.